ഹണി റോസിന്റെ പരാതിയിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ വരൂ നമുക്കൊന്ന് സ്റ്റേഷൻ വരെ പോവാം. പോലീസും പ്രോസിക്യൂഷനും വളരെ ശക്തിയുക്തം നിലപാടെടുത്തു. ബോബി ചെമ്മണ്ണൂരിന് ജാമ്യമില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് കോടതി. എന്താടാ എങ്ങനെയാണ് നിന്റെ ചൊറിച്ചില്? ഇപ്പോൾ കോടതി ജാമ്യ ഹർജിയിൽ ഉത്തരവ് പറഞ്ഞിരിക്കുകയാണ്. ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം ഇല്ല. അദ്ദേഹത്തെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. അതിന് നാടകീയമായ സംഭവങ്ങളാണ് കോടതി മുറിക്കുള്ളിൽ നടന്നിരിക്കുന്നത്. ഈ ഉത്തരവ് കേട്ട ബോബി ചെമ്മണ്ണൂർ കോടതി മുറിക്കുള്ളിൽ കുഴഞ്ഞു വീണു എന്നതാണ്. വിഷപ്പാമ്പിനെ നീയൊക്കെ നോവിച്ചു വിട്ടിരിക്കുന്നത്. പത്തി വിടർത്തി നിൽക്കുക, വിഷം തുപ്പിയ ഞാൻ അടങ്ങും. റിമാൻഡിലായ ബോബി ചെമ്മണ്ണൂരിനെ ഇപ്പോൾ പുറത്തേക്ക് കൊണ്ടുവരുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് വഴി കൂടെ പോണ വയ്യാവലിയായിരുന്നു വാങ്ങണത്? അയ്യോ അതിപ്പോ പുതിയതൊന്നും അല്ലല്ലോ, ഇവന്റെ സ്ഥിരം പരിപാടിയല്ലേ. എന്തെല്ലാം പരിപാടിയാ, എത്ര പ്രേമഭാജനങ്ങൾ. കിട്ടി എന്ന് വിചാരിക്കും, പക്ഷെ കിട്ടില്ല. മഴയെ തൂത്ത കയറുന്ന പോലെ കയറും, അതുപോലെ തന്നെ തിരിച്ചിറങ്ങും. ഇതിലും വലുതെന്തോ വരായിരുന്നതാ, കർത്താവ് തുണച്ചു. ഇത് വേണ്ടായിരുന്നു ഇപ്പൊ തോന്നുന്നുണ്ടോ? കുഞ്ഞിന്റെ മനസ്സ് എന്റേത്, എന്നെ സമാധാനിപ്പിക്കാൻ ഇവിടെ ആരുമില്ലേ? കുട്ടി എന്നെ ഒന്ന് ആശ്വസിപ്പിച്ചൂടെ? ചിരിക്കുന്നുണ്ട്, ചിലപ്പോ നടക്കും.